ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസത്തിൽ കൂടി ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് ഉള്ള എക്സാമ്പിൾസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ അറിയാവുന്ന വളരെ സുപരിചിതനായ ഒരു വ്യക്തിയുടെ കാര്യം തന്നെ നമുക്കിന്നൊരു ഉദാഹരണമായിട്ട് എടുക്കാം. പാലക്കാടുള്ള പ്രശസ്തമായ ഒരു തറവാട്ടിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം അമേരിക്കയിലുള്ള വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ചേർന്നത്. അവിടുത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലേക്ക് ഉള്ള ഒരു ജോലിയിലേക്ക് കയറുകയും പിന്നീട് ആ യുണൈറ്റഡ് നേഷൻസിന്റെ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം വരികയും UN ജനറൽ സെക്രട്ടറി വരെ ആകാനുള്ള സാധ്യതയുടെ തൊട്ടടുത്ത് വരെ എത്തിച്ചേരുകയും ചെയ്ത ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലുള്ള കഴിവിനെ കുറിച്ചും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉള്ള സ്ഥാനത്തിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. ആരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത്, ഒരു പക്ഷേ അദ്ദേഹം അമേരിക്കയിലെ ആ വിദ്യാഭ്യാസത്തിന് പോയില്ലായിരുന്നു എന്ന് വെക്കുക. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ആ ഒരു പദവിയിൽ അദ്ദേഹം അങ്ങനെ എത്തിച്ചേരുമായിരുന്നു എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതഗതി മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോയേനെ. അതുപോലെ തന്നെ സുന്ദർ പിച്ചയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും അദ്ദേഹം അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയതിനു ശേഷം ഉണ്ടായത് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് എന്ന് ചില ഇന്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ചെറിയൊരു ലോകമല്ല, വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു വാതിലാണ് അത് നമുക്ക് തുറന്നു തരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും വിദേശ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കേവലം നമ്മുടെ നാട്ടിൽ നിന്നും മാറിയിട്ട് മറ്റൊരു രാജ്യത്ത് പോയൊരു വിദ്യാഭ്യാസം നേടുക എന്നുള്ളൊരു ചെറിയൊരു കാഴ്ചപ്പാടിൽ കൂടി ആയിരിക്കരുത് ഇതിനെ കാണേണ്ടത്. മറിച്ച് വലിയൊരു ലോകവും വലിയ അവസരങ്ങളുടെ ഒരു വാതായനവുമാണ് നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്.